ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഒരൊറ്റ ബോട്ടിലാട്ടാണ്. അപ്പോൾ ഞാനിതുവരെ ചെയ്തിട്ടുള്ള ബോട്ടിലാട്ടിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് 2 റെക്റ്റാങ്കിൾ ഷേപ്പ് ബോട്ടിലാണ്. സെയിം അളവിലും സെയിം രീതിയിലുള്ള 2 റെക്റ്റാങ്കിൾ ഷേപ്പ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1:2 റേഷ്യോയിൽ ഗ്ലൂവും വാട്ടറും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ ഒരു ഗ്ലൂവും വാട്ടറും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിശ്രിതം ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ 2-3 ലെയറായിട്ടാണ് നമ്മൾ ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ 2 ബോട്ടിലും കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ബോട്ടിലിൽ മറ്റു വർക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ കയ്യിൽ അവൈലബിൾ ഇല്ലാത്ത ആൾക്കാർ ന്യൂസ് പേപ്പർ വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. നമ്മൾ 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഒരൊറ്റ ബോട്ടിലായിട്ടാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 ബോട്ടിലും സെയിം ബോട്ടിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് കഴുകി ഉണക്കി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ബോട്ടിൽ കുറച്ച് വലിയ ടൈപ്പ് ബോട്ടിലാണ്. അപ്പോൾ സാധാരണ സ്ക്വയർ ടൈപ്പ് ബോട്ടിൽ, റെക്റ്റാങ്കിൾ ഷേപ്പ് ബോട്ടിലൊക്കെ നമുക്ക് കാണാൻ കുറച്ച് ചെറുതാണ്. പക്ഷേ ഇത് കുറച്ച് വീതിയും കുറച്ച് ലെങ്ത്തും ആയിട്ടുള്ള രീതിയിലുള്ള ബോട്ടിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് 2 ഒരുമിച്ച് കിട്ടിയപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ബോട്ടിലായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 2 ബോട്ടിലും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ക്യാപ്പിൻ്റെ ഏരിയയിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് അടച്ചു വെച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ക്യാപ്പ് ഒഴിവാക്കിയിട്ട് ഉള്ളിൽ ഫ്ലവേഴ്സ് ഇട്ട് വെക്കുന്ന രീതിയിലും ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബോട്ടിൽസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 ബോട്ടിലിനെയും ഒരൊറ്റ ബോട്ടിലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിന് സെൻറ്റർ പോർഷനിൽ, അതായത് സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 2 ബോട്ടിലിനെയും ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് വെച്ച് നോക്കിയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ബാലൻസ് ഇല്ലാത്ത ബോട്ടിലായിട്ടായിരിക്കും ചെയ്തെടുത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ബോട്ടിലിനെ 2നെയും ഒരുമിച്ചാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അഥവാ ഏതെങ്കിലും കാരണവശാൽ അത് വിട്ട് പോവുകയാണെങ്കിൽ അത് അവിടെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ട്രീ ആണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ട്രീൻ്റെ സ്റ്റെമ്മും വേരും ഒക്കെ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫോയിൽ ഷീറ്റാണ്. അപ്പോൾ അലൂമിനിയം ഫോയിന് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ ചുറ്റിയെടുത്തിട്ടാണ് ഞാൻ ബോട്ടിലോട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ബോട്ടിലും കൂടിയും ജോയിൻ്റ് ആവുന്ന ആ ഒരു സെൻറ്റർ പോർഷനിലാണ് നമ്മൾ ട്രീ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ നീളത്തിലുള്ള 4-5 പീസ് അലൂമിനിയം ഫോയിൽ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് നല്ല രീതിയിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടൈമിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു മരത്തിൻ്റെ സ്ട്രക്ചറായിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എത്ര ചില്ലകൾ വേണം, എത്ര വേരുകൾ വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ട്രീൻ്റെ ലീഫാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ലീഫിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചകിരിക്കുച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ വാങ്ങുന്ന സമയത്ത് ചകിരിക്കുച്ച അതിൻ്റെ മുകളിലുണ്ടാവും. അത് അടുത്ത് വെച്ച് കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതായിരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ലീഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന പാർട്ടൊക്കെ ജസ്റ്റ് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് പോർഷൻസൊക്കെ ക്ലിയർ ആക്കിയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. നമുക്ക് ബോട്ടിൽ ആ ഒരു ട്രീക്കൊക്കെ കളർ ചെയ്തെടുക്കണം. നമ്മൾ ട്രീക്ക് വേണ്ടിയിട്ട് ഗോൾഡൻ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ട്രീനെ ആദ്യം കളർ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുഭാഗത്തും നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ അപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്ക് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ടുള്ള കുപ്പിയിൽ നമ്മൾ ഗോൾഡൻ കളർ ട്രീ ചെയ്തെടുത്ത രീതിയിലാണ് ഉണ്ടാവുക ഫൈനൽ റിസൾട്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്പേസും ബ്ലാക്ക് അക്രിലിക് കളർ വെച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കളർ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ബോറായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ബോട്ടിൽ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.